ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ കേരളത്തിലുള്ളവർക്ക് എങ്ങനെ സൗകര്യപ്രദമായി മൂകാംബിക ക്ഷേത്രത്തിൽ എത്താം എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ട്രെയിൻ മാർഗമോ അഥവാ ബസ് മാർഗമോ എങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിൽ എത്താം എന്നുള്ളതിനെക്കുറിച്ച്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. എന്നാൽ അവിടെ സാധാരണക്കാരായ ആളുകൾക്ക് എത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതായത് ബസ്സിലോ അഥവാ ട്രെയിനിലോ കയറി ഇറങ്ങി വേണം നമുക്ക് അവിടെ എത്തുവാനായിട്ട്. അതല്ലെങ്കിൽ പിന്നെ സ്പെഷ്യൽ ബസ്സിനോ അതല്ലെങ്കിൽ സ്വന്തം വണ്ടിക്കോ ഒക്കെ പോകുവാണെങ്കിൽ നേരിട്ട് മൂകാംബിക ക്ഷേത്രം വരെ എത്താവുന്നതാണ്. ഞാനീ പറയുന്നത് സാധാരണ ആളുകൾക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനു മുൻപേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. സാധാരണ മൂകാംബിക ഭക്തർ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് യാത്ര പ്ലാൻ ചെയ്യുന്നത്. ബൈന്ദൂർ വരെ ട്രെയിൻ മാർഗം എത്തുകയും അവിടെ നിന്നും ബസ് മാർഗം വെറും 27 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പ്രസിദ്ധമായ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. ബൈന്ദൂർ ചെന്നിറങ്ങിയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. ബൈന്ദൂർ ചെന്നിറങ്ങിയതിനു ശേഷം സ്പെഷ്യൽ ബസ്സിനോ അതല്ലെങ്കിൽ സ്പെഷ്യൽ വണ്ടികൾക്കോ ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. നേരിട്ട് ബൈന്ദൂരിൽ നിന്നും സ്പെഷ്യൽ വാഹനങ്ങളാക്കി നമുക്ക് മൂകാംബികയിൽ എത്താവുന്നതാണ്. എന്നാൽ സാധാരണ ആളുകൾക്ക് ബസ്സിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും കിട്ടുന്നത് ലോക്കൽ ബസ്സുകളാണ്. മൂകാംബികയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളാകട്ടെ 10 മടങ്ങും. ഞങ്ങൾ കയറിയ ബസ്സിലാകട്ടെ ഭയങ്കര തിരക്കായിരുന്നു. അമ്മയുടെ കൃപയാൽ ഞങ്ങൾക്കിരിക്കാൻ സീറ്റ് കിട്ടി. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതിൽ കുത്തി നിറച്ച ആളുകളിങ്ങനെ കയറ്റിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിൽ ഒരു 1.5 വയസ്സായ ഒരു കുഞ്ഞും അതിൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന് ശ്വാസം മുട്ടിയിട്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു. അവർ ഒത്തിരി ഒച്ചപ്പാടാക്കി ബസ് നിർത്തി അതിൽ നിന്നും ഇറങ്ങുകയും കുറച്ച് ആളുകൾ അവിടെ ഇറങ്ങുകയൊക്കെ ചെയ്തു. കൊല്ലൂർ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ഞങ്ങളാകെ അന്തം വിട്ടുപോയി. ആ ബസ്സിൽ നിന്നും ഇറങ്ങിയ ആളുകളുടെ എണ്ണം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ണ് മിഴിഞ്ഞുപോയി എന്ന് പറയാം. അത്രയും ഭയാനകമായിരുന്നു അതിൽ നിന്നിറങ്ങിയ ആളുകളുടെ എണ്ണം. എന്തായാലും അമ്മയുടെ അനുഗ്രഹം ആർക്കും ഒരു കേടുപാടും ഇല്ലാതെ ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. അതേസമയം നമ്മൾ ഉടുപ്പിയിൽ വന്ന് ഉടുപ്പിയിൽ നിന്നും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്നും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നമുക്ക് കിട്ടാവുന്നതാണ്. അതുമാത്രമല്ല, ഉടുപ്പിയിൽ നിന്നും മൂകാംബികയിലേക്ക് വെറും 60 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതായത് 2.25 മണിക്കൂർ ദൂരം മാത്രം. ബസ് സർവീസ് ഇഷ്ടം പോലെ ഉണ്ട് താനും. നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യവും ഇല്ല. ഈ രീതി നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത്രയും ബുദ്ധിമുട്ട് ഒരിക്കലും സഹിക്കേണ്ടതായിട്ട് വരുന്നില്ല. പ്രായമായ ആളുകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ റൂട്ടാണിത്. ഉടുപ്പി വരെ അവരവരുടെ സൗകര്യമനുസരിച്ച് ബസ്സിനോ ട്രെയിനിനോ വരാവുന്നതാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉടുപ്പിയിൽ നിന്നും മൂകാംബികയിലേക്ക് വരുവാനുള്ള ഈ റൂട്ട് തിരഞ്ഞെടുക്കുമല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മൂകാംബികയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ പ്രയോജനപ്രദമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അമ്മേ ശരണം.